ഷിഫാസ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവിടുത്തെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ ആശംസകളും. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ ഒരു നല്ല റെസ്റ്റോറൻറ്റിൻ്റെ അഭാവമുണ്ടായിരുന്നു. അത് റോസ് ബോൾ വഴി പരിഹരിക്കുമെന്ന് ഈ പരിസരത്തുള്ള കസ്റ്റമേഴ്സിന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ ബിൽഡിങ്ങിലാണ് ഈ ഒരു സ്ഥാപനം വന്നിരിക്കുന്നത് എന്നുള്ളത്. വരുന്ന കസ്റ്റമേഴ്സിന് അത്യാവശ്യം കൊട്ടാരക്കരയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പാർക്കിങ്ങിൻ്റെ അഭാവം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ റോസ് ബോളിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഇപ്പോൾ കൊട്ടാരക്കര ടൗണിൽ തുടങ്ങിയിരിക്കുന്നത്. ഇതുവഴി കടന്നു പോകുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി കടന്നു പോകുന്നവർക്കും കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലുള്ള കസ്റ്റമേഴ്സിനും ഏറ്റവും സൗകര്യപ്പെടുന്ന രീതിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ, നാടൻ ഫുഡ്, അറബിക് ഫുഡ്, ചൈനീസ്, ഇന്ത്യൻ തനി ഡിഷസ് ഇതെല്ലാം ഒരുക്കി നല്ല ആംബിയൻസ് ഉള്ള ഒരു നല്ല റെസ്റ്റോറൻറ്റ് കൊട്ടാരക്കര ടൗണിൽ തുടങ്ങാൻ റോസ് ബോളിൽ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമ്മൾ അഭിമാനിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ, ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം കൂടി വന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള ഫുഡ് നൽകുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിഫാസ് എന്നാണ്. റോസ് ബോളിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നമ്മൾ ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 months ആയി. ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ഷോപ്പാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം റോഡിൽ സിഗ്നൽ കഴിഞ്ഞിട്ട്, കൊട്ടാരക്കരയിൽ സിഗ്നൽ കഴിഞ്ഞിട്ട് പുലമൺ പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടപ്പുറത്താണ്, അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. ഇതെന്ന് പറഞ്ഞത് 1-2 വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. കാര്യം നമ്മൾ നേരത്തെ തുടങ്ങിയ ഷോപ്പിൽ ഇച്ചിരി നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താണ് ചെയ്തത്. അത്യാവശ്യം നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിലുള്ള ഫുഡുകളൊന്നും നമ്മളങ്ങനെ അവിടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ, രാവിലെ അവിടെ ആ ഷോപ്പിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. നമ്മളിവിടെ രാവിലെ ഏകദേശം ഒരു 7 മണിയാകുമ്പോഴത്തേന് സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ അപ്പം ഉണ്ടാവും, ചിക്കൻ സ്റ്റൂ, രാവിലെ തന്നെ മീൻകറി, അങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ ഇച്ചിരി വെറൈറ്റി ആയിട്ട്, അപ്പം, കടല, പുട്ട്, പഴം, അങ്ങനെ ആ ഒരു രീതിയിൽ ഇപ്പോൾ കൊട്ടാരക്കരയിൽ അങ്ങനെ പെട്ടെന്ന് രാവിലെ കിട്ടാത്ത കുറേ ഫുഡുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഫുഡ് ട്രക്ക് ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഔട്ട്ഡോർ ഒരു സ്പേസ് ഉണ്ട് ഇരിക്കാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ എന്ന് പറയുന്നത് നമുക്ക് അകത്തിരുന്ന് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം, അല്ല പുറത്തിരുന്ന് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് നമുക്ക് റോഡിൽ തന്നെ അത്യാവശ്യം നമുക്ക് റോഡ് കണ്ടുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ഒരു ഔട്ട്ഡോർ ആയിട്ടൊരു സ്പേസിൽ അത്യാവശ്യം നല്ലൊരു ആംബിയൻസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമുക്കിതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്. ഇച്ചിരി നല്ല രീതിയിൽ വണ്ടികൾ ഇടാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് ആവുന്ന ഒരു ഏരിയ ആണ്. എല്ലാവരും ഉറപ്പായിട്ട് എത്തുക, എല്ലാവരും സഹകരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സന്തോഷം, നന്ദി. നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.